ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഓട്ടത്തിൻ്റെ ഇടയിലാണ്. ദാറ്റ് ഈസ് നമ്മുടെ സാരി ഫെസ്റ്റ് നടക്കാൻ പോകണല്ലോ. അപ്പോൾ ഇന്ന് 3rd ആണ്. 5th നമ്മുടെ സാരി ഫെസ്റ്റ്. 5th മുതലാണ് നമ്മുടെ സാരി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ സാരീസൊക്കെ ഇനിയും നമുക്ക് ബാർകോഡൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കൗണ്ടറിൻ്റെ അവിടെ നമ്മൾ പെയിൻറ്റ് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു മോട്ടിഫ് വെച്ചിരുന്നത് അത് മാറ്റി എന്നിട്ട് പ്ലെയിൻ മറൂൺ ഷെയ്ഡ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ബോളെല്ലാം ഇറങ്ങി വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ദൈവനല്ലേ, ഞാൻ ആ കോസിന്ന് മേടിച്ചാണേ. കോസിയിൽ ഞാനൊരു ഫോട്ടോ ഫ്രെയിം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഗൂഗിൾ റിവ്യൂയുടെ QR കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഷോപ്പിൽ വരുവാണെങ്കിൽ മറക്കരുത്, നമുക്ക് ഗൂഗിൾ റിവ്യൂ ഇടണം. നിങ്ങളുടെ വിലയേറിയ റിവ്യൂസ് ഇടുക, കാരണം ജെന്യുവൻ ആയിട്ട് ഇടുക. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അതിലൂടെ തന്നെ പറയാം. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഗൂഗിൾ റിവ്യൂ ഞാൻ ഇതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇൻ പ്രോസസ്സാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ അതെ, നമ്മുടെ ചൈൽഡ് റൂമിലേക്ക് ഞാൻ ഇച്ചിരി കൂടി വലിയൊരു മിറർ മേടിച്ചു. അപ്പോൾ ഈ മിറർ ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഫിക്സ് ചെയ്യണം. പിന്നെ ലൈറ്റൊക്കെ വെക്കേണ്ട കുറച്ച് ജോലിയുണ്ട്. അതെനിക്ക് ഇമ്മീഡിയറ്റ്ലി നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നോക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഹാങ് ചെയ്ത് തുടങ്ങി. ഇനി ഒന്ന് ആദ്യം തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്തു. വലയൊക്കെ അടിച്ച്, വല വെച്ച് ഒരുപാട് വലയില്ല, കാരണം നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുവാണ്. ചെറിയ ചെറിയ കുറച്ച് വലാസ ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം ക്ലിയർ ചെയ്തു. എന്നിട്ട് ആദ്യം ഒരു റൗണ്ട് എന്തായാലും തൂത്തിറക്കിയിട്ട് തുടച്ചൊക്കെ ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഹാൻഡ് ബോഡിയുടെ ആളുകൾ ഒരു എമർജൻസി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എമർജൻസി ആയിട്ട് ഒരു 3 ബ്ലൗസ് വേണം. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുകയാണ്. നമ്മളിപ്പോൾ എമർജൻസി എടുക്കുന്നില്ലായിരുന്നു, പക്ഷെ അവർക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് എമർജൻസി വർക്ക് എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പുതിയ യൂണിഫോമിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മുടെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള യൂണിഫോമിൻ്റെ കാര്യങ്ങളും ഒക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരൂ ഞാൻ പറഞ്ഞു ഇവിടേക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വയ്ക്കുന്ന റൂം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇനി വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഇനി 5-ാം തീയതിക്ക് ഉള്ള പ്രിപ്പറേഷന്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കാം, പുടുവിന്റെ ബർത്ത്ഡേ ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് നമ്മളെ സീക്രട്ട് ബോക്സ് മഞ്ജു. അപ്പോൾ മഞ്ജു ആണ് എന്നെ ഈ ഒരു ഇവന്റിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മഞ്ജുവിന്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഫസ്റ്റ് റിബൺ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം മഞ്ജു ആണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ സീക്രട്ട് ബോക്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പേജ് കാണാൻ സാധിക്കും. അവർ യൂഷ്വലി ബർത്ത്ഡേ ഇവന്റ്സ് ഒക്കെയാണ് അവര് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവര് ഫുൾ ഡെക്കോറും കാര്യങ്ങളും എല്ലാം അവരാ ചെയ്തു തരുന്നത്. അപ്പൊ എനിക്കിവിടെ ഡെക്കോറിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു സമയത്തൊന്ന് മാനേജ് ചെയ്യണം. അപ്പൊ അത് മഞ്ജുവിനല്ലാതെ വേറെ ആർക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മഞ്ജുവിനെയാണ് ഞാൻ അത് ഏൽപ്പിച്ചത്. അപ്പോൾ മഞ്ജു ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ അവര് വന്നിട്ട് ബാക്കി ഇവിടെ അറേഞ്ച്മെന്റ്സ് എല്ലാം അവര് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഹാങ്ങിങ്സോ കാര്യങ്ങളോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സിന്റെ കുറച്ച് ഫ്ലോറൽ ഹാങ്ങിങ്സ് ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ ഒരു ഐഡിയയിൽ ഞാൻ വിട്ടുകൊടുത്തു. കാരണം ഞാൻ അതിൽ ഇടപെടാനേ പോകാറില്ല. കാരണം നമ്മൾ ഒരാളെ കംപ്ലീറ്റ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതങ്ങ് വിട്ടുകൊടുക്കാം, അവരവരുടെ ബെസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ മഞ്ജുവിന്റെ ആ ഏരിയയിലോട്ട് ഞാൻ എടുക്കുന്നില്ല, കാരണം മഞ്ജു അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തോളൂ. അത് മഞ്ജുവിന്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ മഞ്ജു വന്നിട്ട് നാളെ വന്നിട്ട് ഇതെല്ലാം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്യും. അപ്പൊ അതിനോടൊപ്പം നമ്മളിങ്ങനെ റിഫ്രഷ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഫുഡ് സെർവ് ചെയ്യുക, ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ സ്നാക്സ് ആണെങ്കിൽ പോലും നമുക്ക് ബൊട്ടീക്കിന്റെ ചുറ്റുവട്ടത്ത് നമുക്കത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിവിടെ നമ്മുടെ തുണിയൊക്കെ അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഫുഡും കൂടെ കൊണ്ടുവരുമ്പോൾ അത് ശരിയാവില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നുകൊണ്ട് എല്ലാം ഫൈനലൈസ് ചെയ്യും. അപ്പോ ബാക്കി എല്ലാം നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ വരിക എന്റെ കൂടെ വരിക. ഞാന് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, വളരെയധികം വിശപ്പുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ ആംബ്രോസ് ചെയ്യുന്ന ബർഗർ ഓർഡർ ചെയ്യും. അപ്പോൾ ബർഗർ ഓർഡർ ചെയ്ത് വെച്ചാൽ ബർഗർ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബർഗർ കഴിക്കണം. ഇനി ആംബ്രോസിയുടെ ചിക്കൻ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് രാവിലെ ഞാൻ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. രാവിലെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ കഴിക്കാതെയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാം, പക്ഷെ എനിക്ക് വീട്ടിൽ പോകാനുള്ള ഒരു മടി കാരണം ഞാൻ ഇവിടെ ഓർഡർ ചെയ്തു. തൽക്കാലം ഇവിടെ വെച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ വീഡിയോ കുറച്ച് ബോറിംഗ് ആയിരിക്കും, കാരണം ഷോപ്പിന്റെ ഒരു വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും കാണും. പക്ഷെ ദാറ്റ്സ് ഓക്കെ. കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും എന്താ പറയാ, നമ്മൾ ആ കേർട്ടൻസും കാര്യങ്ങളൊക്കെ ഇനി ഇടണം കേട്ടോ. നമ്മൾ കോസിന്ന് മേടിച്ച കേർട്ടൻസും അതെല്ലാം ഇനി ഇടണം. അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോ ഇതിൽ വേറൊരു കാര്യം പറഞ്ഞു, എനിക്ക് നിർത്താൻ സംസാരിക്കും, ഒരാൾ ഒളിച്ചത് കേട്ടോണ്ടിരിക്കുന്നത്, എനിക്ക് നിർത്താതെ റാപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ, ഞാൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് പ്ലാന്റ്സിന്റെ. അത് സ്റ്റാച്യൂലാണ് കേട്ടോ. സ്റ്റാച്യൂന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇറങ്ങി നമ്മള് സെന്റ് ജോസഫ് സ്കൂളിന്റെ അതുവഴി അങ്ങോട്ട് പോവില്ലേ, മൗര്യ രാജധാനിയൊക്കെ ഇരിക്കുന്ന അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഈ പ്ലാനറ്റ്. അപ്പൊ അവിടെ നിന്നാണ്, ആ ചേച്ചിയുടെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ മേടിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെ ഞാൻ ഒരു അവിടെ അവരുടെ ഒരു സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഈ ചേച്ചിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വന്ന് നോക്കാനും ഒക്കെ. എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എല്ലാവരും എന്നോട് പറയും, ചില പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചത്തുപോകും. അപ്പോ അത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും, എന്തിനാ വെറുതെ ഇങ്ങനെ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കത് ഓരോ സൈഡ് അനുസരിച്ചിട്ടൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഒറിജിനൽ പ്ലാന്റ്സ് അല്ലാതെ എനിക്ക് ആർട്ടിഫിഷ്യൽ മേടിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ മേടിക്കുക, അതാകുമ്പോൾ അങ്ങ് നിൽക്കുമല്ലോ. ഞാനിങ്ങനെ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എനിക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ തന്നെ എനിക്കെന്തോ പ്ലാസ്റ്റിക് മണക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അത് കാരണം ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെക്കാനേ എനിക്ക് പ്ലാൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ, എനിക്ക് ഇതല്ലാതെ പറ്റില്ല. അപ്പം ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ ഞാൻ മേടിച്ച് വെക്കുന്നത്. ഇപ്പൊ ഞാൻ മണി പ്ലാന്റും സ്നേക്ക് പ്ലാന്റും ഒക്കെയാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ സ്നേക്ക് പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാംബു അതുപോലെയൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പൊ എനിക്കിനി കുറച്ച് ക്രീപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തും കൂടി വെക്കാനായിട്ട് എനിക്ക് നോക്കണം എന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ലോഞ്ചിന് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഞാൻ പോട്ട്സ് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പൊ അത് എടുക്കാനായിട്ട് കൂടെ പോകണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ആ ചേച്ചി ഇവിടെ വന്നൊന്ന് നോക്കാനായിട്ട് ജസ്റ്റ് വരും, ഷോപ്പിൽ ഒന്ന് ജസ്റ്റ് എവിടെയൊക്കെ എന്തൊക്കെ വെക്കാമെന്ന് നോക്കാനായിട്ട് ആ ചേച്ചി ഒന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചിക്കും കൂടെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാന്റിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കൊടുത്ത പോട്ട്സ്, ദാറ്റ് ഈസ് നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിലവര് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലാന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് എടുത്തിട്ട് വരണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രം. അപ്പൊ ഏതായാലും നമുക്ക് കഴിക്കാം. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചത്. ഞാൻ ഐസ് ടീ പിന്നെ ബർഗറാണ് കേട്ടോ മേടിച്ചത്. 2-3 ഐസ് ടീം കൂടെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം വേഗം കഴിക്കട്ടെ, കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് സുർമിയ ചേച്ചി. ഞാൻ ഇവിടെ പ്ലാനറ്റിന്റെ ഓണറാണ്. അപ്പൊ ചേച്ചിയുടെ ഇവിടെ വന്നിട്ടാണ് ഞാൻ എല്ലാ പ്ലാന്റ്സും മേടിക്കുന്നത്. നമ്മുടെ ഷോപ്പിലിരിക്കുന്ന കംപ്ലീറ്റ് ഇവിടുന്ന് കൊണ്ടുവന്നാണ്. അപ്പം ചേച്ചി തന്നെ പറഞ്ഞു തരും എത്ര ഇന്റർവെൽസിൽ വെള്ളം ഒഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ മെയിൻ്റനൻസിനും ഇവിടുന്ന് തന്നെ ആള് വന്നിട്ട് ചെയ്തു തരും എല്ലാം. കാരണം നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഇപ്പോൾ വെച്ചിരിക്കുന്ന ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലേ, അപ്പൊ അതിന് എത്ര ഇന്റർവെൽസിൽ വെള്ളം ഒഴിക്കണം, അപ്പൊ അതൊക്കെ ഇവർക്കായിരിക്കും കുറച്ചും കൂടി അറിയാം. ഇപ്പൊ നമ്മളൊരാള് നമ്മുടെ സ്റ്റാഫ് തന്നെ ചെയ്യുവാണെങ്കിൽ അത്രയും നന്നാവണം എന്നില്ല. അപ്പം ഇവിടെ നിന്ന് തന്നെ ആളെ വിടും അല്ലേ ചേച്ചി? ഇവിടെ നിന്ന് തന്നെ ആളെ വിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം നോക്കിക്കോളും. ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട്. നമുക്കിപ്പോ ഇനീഷ്യൽ ഹെൽപ്പ് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും. ഒരു മാസം വന്ന് ട്രെയിൻ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തു തരും. എന്നുവെച്ചാൽ നമുക്കിത് അവര് തന്നെ നോക്കുമ്പോ കുറച്ചും കൂടെ ആൾക്കാരെ വിടണ്ടല്ലോ, കംഫർട്ടബിൾ ആവുമോ എന്ന് വെച്ചിട്ട് ആ ഒരു ഇനീഷ്യൽ ഹെൽപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോ ഒരു സ്പേസ്, ഇപ്പൊ ഞാനിപ്പോ പ്ലാൻസ് എടുത്തെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ടത് വെച്ചിട്ടല്ലേ എടുത്തത്. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഒരു സ്പേസ് ആയിട്ട് ഇപ്പം നമ്മളൊരു ഷോപ്പിൽ വെക്കണം അല്ലെങ്കിൽ വീട്ടില് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം, അത് ചേച്ചി തന്നെ പോയി നോക്കി
എവിടെ എന്ത് വെക്കണം എന്നൊക്കെ ഉള്ളത് ചേച്ചിയെല്ലാം ഡിസൈഡ് ചെയ്യാറ് പൊതുവേ. ഓക്കെ. ഇപ്പൊ ഞാൻ കസ്റ്റമേഴ്സ് വോക്കിനായിട്ട് വരുമ്പോ അങ്ങനെ വന്നതാണല്ലോ. അല്ലെങ്കിൽ പൊതുവെ ഇപ്പൊ ഓഫീസൊക്കെ ഉദ്ഘാടനത്തിന് മുന്നേ അപ്പൊ അവര് ഇന്റീരിയർ ചെയ്തോണ്ടിരിക്കുമ്പോ അവര് വരും, ഒന്ന് വന്ന് നോക്കും അവിടെ ആ ലൈറ്റില് ചെടി ഇരിക്കുന്നതൊക്കെ അങ്ങനെ നോക്കി തന്നെയാണ് ചെയ്യാറ്. ടെക്നോ പാർക്കിലെ ഓഫീസെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ മെയിൻ്റെനൻസ്, ചിലത് മെയിൻ്റെനൻസ് ഉണ്ട്, ചിലതൊക്കെ 4-5 വർഷമായിട്ടും നമ്മൾ വൺസിന് അവർ വിളിക്കും ഒന്ന് ബ്രീഫ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഈ കെയർ ടേക്കർ മാറുമ്പോ അങ്ങനെ മാത്രം. അത് ഇൻഡോർ ആണ്. അപ്പൊ ഔട്ട്ഡോർ ആണെങ്കിലും ഔട്ട്ഡോർ നമ്മള് ഔട്ട്ഡോർ വർക്ക് കൊടുക്കും, അതിന്റെ മെയിൻ്റെനൻസിനുള്ള ടീമുണ്ട്. അപ്പൊ അവര് വന്ന് എല്ലാം ചെയ്തു. അവര് അത് പിന്നെ ഡെയിലി നടക്കുന്ന ടീമല്ല, മന്ത്ലി മെയിൻ്റെനൻസ് ഉള്ള അങ്ങനെയുള്ള ഡെയിലി മെയിൻ്റെനൻസ് ഉള്ള ഔട്ട്ഡോർ ഇതുവരെ നമ്മൾ വർക്ക് എടുത്തിട്ടില്ല. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മന്ത്ലി ഗ്രാസ് പ്രൂൺ ചെയ്യാൻ അങ്ങനത്തെ ഉള്ളത്. അപ്പൊ ഇത് ആക്ച്വലി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് സ്റ്റാച്യൂലാണ്. അപ്പൊ ഈ റോഡിന് സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ 1 വേ, രാജധാനിയുടെ നേരെ ഓപ്പോസിറ്റില് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സ്ഥലം. ആക്ച്വലി എനിക്ക് റെഫർ ചെയ്തത് എന്റെ സിസ്റ്ററിലോ ആര്യാണ് കേട്ടോ. അപ്പൊ എന്റെ ബ്രദറിന്റെ വൈഫ്. അപ്പം ഞാൻ എന്റെ ബ്രദറിന്റെ വീട്ടിൽ അവരുടെ അപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ നല്ല ഉഗ്രൻ ചെടികൾ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞു ഇവിടെ വന്നാലും ഇല്ലേ നമ്മളിങ്ങനെ ഭയങ്കര ഫാൻസി ചെടികളൊന്നും ഇവിടെ ഭയങ്കര ഓർണമെന്റൽ ചെടികളൊന്നും ഞങ്ങൾ വിൽക്കാറില്ല. കാര്യം ഈ ഒരു ആംബിയൻസിൽ ഇരിക്കുന്ന ഉണ്ടായാലും ഇൻഡോർ ഇരിക്കണമല്ലോ, അതിനൊരു നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. അതിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ സർവൈവ് ചെയ്യുന്ന ചെടികൾ മാത്രമേ വെക്കുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് വന്നാൽ ആക്ച്വലി നമുക്ക് കുറച്ച് സമയം ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും, ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നാൽ കുറച്ച് സമയം നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് പതുക്കെ നിന്ന് ചെടിയെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ നിന്ന് പോകും. അങ്ങനത്തെ അത്ര ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് ആണ്, ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ പ്ലാന്റ്സ് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ചേച്ചിയുടെ സഹായത്തോടു കൂടി തന്നെ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ്സിനും എല്ലാം നല്ല നോളജ് ഉള്ളതാണ്. അപ്പൊ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. യെസ്, നമ്മുടെ ഇന്ന് Day 2 ആണ് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ബാക്കിയാണ് ഞാൻ ഇന്നത്തെ ദിവസം എടുക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ഡേ ആണ്. ദാറ്റ് ഈസ് ഇന്ന് സാറ്റർഡേ ആണ്, 4th ജൂലൈ ആണെന്ന്. നാളെ 5th ജൂലൈ മുതലാണ് നമ്മുടെ സാരി ഫെസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ബാർകോഡൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അപ്പൊ ബാർകോഡ് എല്ലാം ചെയ്ത് ഓരോന്നായിട്ട് എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഇത് കണ്ടില്ലേ, ഇത് പ്യോർ ഷിഫോൺ സാരീസ് ആണ് കേട്ടോ. നമ്മൾ ഡൈ ചെയ്തെടുത്താണ് ഇതെല്ലാം. അപ്പോ പ്യോർ ഷിഫോണിൽ വരുന്ന ഈ പ്യോർ ഷിഫോണിൽ ഒരു സരി ബോർഡർ മാത്രം വരുന്ന സാരീസ് ഉണ്ടല്ലോ, പ്ലെയിൻ സാരീസ്. അപ്പൊ അത് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാരീസ് ആണ്. അപ്പൊ നമ്മൾ സ്പെഷ്യലി കുറച്ച് ഷെയ്ഡ്സ് ഡൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാഫ്സിന്റെ യൂണിഫോം കുറച്ചൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ദിവസം മുതൽ നമ്മൾ അതും കൂടി ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എന്താ പറയാ, നാളെ ഒരു പുതിയൊരു തുടക്കം പോലെയല്ലേ, നമ്മളൊരു ഫെസ്റ്റ് നടക്കാൻ പോലെ. അപ്പൊ ആ ഒരു സമയത്ത് സ്റ്റാഫിന്റെ യൂണിഫോം കൂടി എല്ലാ വർഷവും ഞാൻ ചേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഡിഫറൻസ് നമ്മൾ സ്റ്റാഫ് യൂണിഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ മാസ്റ്ററും സ്റ്റിച്ചിങ്ങിന്റെ ആൾക്കാരൊക്കെ കഴിക്കാനായിട്ട് പോയി. അപ്പൊ നമ്മളിവിടെ ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്ലാന്റ്സ് ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ പ്ലാന്റ്സിൽ. അവിടെ നിന്ന് ചേച്ചി പ്ലാന്റ്സ് എല്ലാം പോട്ട് ചെയ്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പം കുറച്ച് പ്ലാന്റ്സ് വന്നു, അതിനെ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഈ റൂമിലോട്ട് നമ്മൾ തൽക്കാലം വെച്ചിരിക്കുവാണ് ഈ പ്ലാന്റ്സ് എല്ലാം. കുറച്ച് CC പ്ലാന്റ്സ് ഉണ്ട്, മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ സ്നേക് പ്ലാന്റ് ഉണ്ട്, പിന്നെ പാമ്പും കൂടി തന്നിട്ട് കേട്ടോ. അപ്പൊ പാം ട്രീ എല്ലാം ഇവിടെ റെഡിയാണ്. ഇതിനെ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു റൗണ്ട് ഒരു ക്ലീനിങ്ങും കൂടിയുണ്ട്. അപ്പൊ ആ ക്ലീനിങ് കൂടെ ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കറക്റ്റ് അതായത് സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ സാധിക്കും.
അപ്പോ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിലുള്ള ഫെസ്റ്റിന്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം. അപ്പോ ബാക്കി വിശേഷങ്ങളെല്ലാം വഴിയെ കാണിച്ചു തരാം. ഇനിയിപ്പോ അധികം വിശേഷമൊന്നും കാണിക്കാൻ ആക്ച്വലി പറഞ്ഞതില്ല. കാരണം സാരീസ് ഇനി ബാർക്കോഡ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന സാരീസ് എല്ലാം ഹാങ് ചെയ്യണം. അതേ മുന്നേ ആയിട്ട് ഇവിടെ എല്ലാം ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം. ഓൾറെഡി ക്ലീൻ ചെയ്തു, പൊടിയൊക്കെ അടിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ ബോർഡ്, രണ്ടാമത് പറഞ്ഞ ബോർഡും കൂടി, ബോർഡ് എന്ന് വെച്ചാൽ ലേബൽ ബോർഡ് കൂടെ ഒന്ന് കിട്ടാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു.